പെരിയ കല്യോട്ട് ഇരട്ടക്കൊലക്കേസ് സിബിഐക്ക് വിട്ട നടപടിക്കെതിരെ നിയമപോരാട്ടം നടത്താൻ സംസ്ഥാന സർക്കാർ ചിലവഴിച്ചത് 1 കോടിയിലേറെ രൂപ. സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടത്തിൽ ഒടുവിൽ കടുത്ത തിരിച്ചടിയാണ് സർക്കാരിന് നേരിടേണ്ടി വന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കല്യോട്ടെ, ശരത്ലാൽ, കൃപേഷ് എന്നിവർ കൊല്ലപ്പെട്ട കേസിന്റെ അന്വേഷണം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് സിബിഐക്ക് വിട്ടത്. ഇതിനെതിരെയുള്ള സർക്കാരിന്റെ നിയമപോരാട്ടം സുപ്രീം കോടതി വരെ നീണ്ടു. വിവിധ ഘട്ടങ്ങളിൽ സർക്കാരിന് വേണ്ടി ഹാജരായ 3 അഭിഭാഷകർക്ക് 88 ലക്ഷം രൂപയാണ് പ്രതിഫലം നൽകിയത്. താമസം, ഭക്ഷണം, വിമാനയാത്രക്കുള്ള കൂലി എന്നീ ഇനങ്ങളിൽ 2,92,000 രൂപയും ചെലവഴിച്ചു. സ്റ്റാൻഡിംഗ് കൗൺസിലിനെ കൂടാതെ മറ്റൊരു സീനിയർ അഭിഭാഷകനും സുപ്രീം കോടതിയിൽ ഹാജരായി. ഈ അഭിഭാഷകന് ഹൈക്കോടതിയിൽ ഹാജരായതിന് 60 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിയിരുന്നു. 2019 ഫെബ്രുവരി 17 രാത്രി 7:30 നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം നടന്നത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ശരത്ലാലിനെയും കൃപേഷിനെയും കല്യോട്ട് കൂരാങ്കര റോഡിൽ തടഞ്ഞു നിർത്തി എതിരാളി സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആദ്യം ലോക്കൽ പോലീസിലെ പ്രത്യേക സംഘവും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് 2019 സെപ്റ്റംബറിൽ അന്വേഷണം സിബിഐക്ക് വിട്ടു. തുടർന്ന് സിബിഐ അന്വേഷണത്തിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകി. ഈ അപ്പീൽ തള്ളിയതോടെയാണ് സിബിഐ അന്വേഷണത്തെ എതിർത്ത് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലെത്തിയത്. കൊല്ലപ്പെട്ട യുവാക്കളുടെ മാതാപിതാക്കൾ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയും നൽകി. സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ 2019 ഡിസംബർ 1 സുപ്രീം കോടതി തള്ളി. അന്വേഷണം സിബിഐ ഏറ്റെടുത്തു. 2021 ഡിസംബർ 3 സിബിഐ അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2023 ഫെബ്രുവരി 2 കൊച്ചി സിബിഐ കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 2024 ഡിസംബർ 28 ആകെയുള്ള 24 പ്രതികളിൽ 14 പ്രതികളെയും കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി. 10 പേരെ വെറുതെ വിട്ടു. വിധി കേട്ടതിന് പിന്നാലെ ശരത്ലാലിന്റെ അമ്മ ലതയും കൃപേഷിന്റെ അമ്മ ബാലാമണിയും തങ്ങളുടെ മക്കളുടെ സ്മൃതി മണ്ഡപത്തിലെത്തി വണങ്ങി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുഷ്പാർച്ചനയും നടത്തി. ഇവരോടൊപ്പം കുടുംബാംഗങ്ങളും നേതാക്കളും സ്മൃതി കുടീരത്തിൽ പൂക്കളർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിയ. ഉണ്ട്